ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും സഹായി റേസ് പ്ലസിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇന്നറിയേണ്ടത്. ക്ലാസ്സിലേക്ക് കടക്കാം. കൺമുന്നിൽ മിന്നൽ പ്രളയം, മൺമറഞ്ഞ് ധരാലി. അപ്പൊ നമ്മുടെ ഉത്തരാഖണ്ഡിൽ ഒരു ഗ്രാമം തന്നെ ഒലിച്ചുപോയ, നമ്മുടെ മുണ്ടക്കയം ഉരുൾപൊട്ടലിനോട് സാമ്യമുള്ള ഒരു ദുരന്തം നമ്മുടെ ഉത്തരാഖണ്ഡിൽ നടന്നിരിക്കുകയാണ്. അവിടെ കൺമുന്നിൽ ഒരു മിന്നൽ പ്രളയം ഉണ്ടാവുകയും ഒരു ഗ്രാമം തന്നെ ഒലിച്ചു പോവുകയും ചെയ്തു. മഹാവിപത്താണ് ഉണ്ടായിരിക്കുന്നത്. ഒരു ദുഃഖത്തോടെ തന്നെ നമുക്ക് ഇത് ഓർക്കാം. അപ്പോൾ ഉത്തരാഖണ്ഡിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കാശ്മീരിന് സംസ്ഥാന പദവി നൽകാൻ കേന്ദ്ര നീക്കം. അപ്പോൾ ഒരു കേന്ദ്ര നീക്കം ഉണ്ടായിരിക്കുകയാണ് കാശ്മീരിന് സംസ്ഥാന പദവി നൽകാൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കാശ്മീർ ആർട്ടിക്കിൾ 360 നീക്കം ചെയ്തുകൊണ്ട് കാശ്മീരിനെ ഒരു കേന്ദ്ര ഭരണ പ്രദേശമായിട്ടാണ് നിലനിർത്തിയിരിക്കുന്നത്. എന്നാൽ അതിന് ഒരു സംസ്ഥാന പദവി നൽകാൻ ഒരു കേന്ദ്ര നീക്കം നടക്കുന്നുണ്ട്. ഒന്നും ആയിട്ടില്ല. അവർ ഉടൻ തന്നെ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കും എന്നാണ് പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. 2019 ഓഗസ്റ്റ് 5-നാണ് 370-ാം അനുച്ഛേദം റദ്ദാക്കിയത്. അപ്പൊ നമ്മൾ കൃത്യമായിട്ടും ഓർത്തിരിക്കുക, ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദമായിരുന്നു ഏത്? ആർട്ടിക്കിൾ 370. ആർട്ടിക്കിൾ 370 നിലവിലുണ്ടോ? ഇല്ല അല്ലെ? ഒരു പ്രത്യേക പദവിയൊക്കെ എടുത്തു മാറ്റിക്കൊണ്ട് 2019 ഓഗസ്റ്റ് 5-നാണ് എന്ത് ചെയ്തത്? 370-ാം അനുച്ഛേദം റദ്ദാക്കിയത്. ഏകദേശം എത്ര വർഷമായി? ഏകദേശം ഒരു 6 വർഷത്തോളമായി അല്ലെ? 6 വർഷമായി കഴിഞ്ഞു. ഇതോടെ സംസ്ഥാനത്തിനെ ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റുകയും ചെയ്തു. കേന്ദ്ര നടപടി 2023 ഡിസംബർ 11-ന് സുപ്രീം കോടതി ശരിവെച്ചെങ്കിലും സംസ്ഥാന പദവി സമയബന്ധിതമായി പുനഃസ്ഥാപിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. അപ്പോൾ അന്ന് ഒരു കേന്ദ്രഭരണ പ്രദേശമായി നമ്മുടെ ജമ്മു കാശ്മീരും ലഡാക്കും നിലവിൽ വരുമ്പോൾ തന്നെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. എന്താണ്? പോകെ പോകെ അതിനൊരു സംസ്ഥാന പദവി നൽകണം എന്ന രീതിയിൽ. അപ്പോൾ ആർട്ടിക്കിൾ 370 ഭരണഘടനയിൽ നിന്നും റദ്ദാക്കിയത് 2019 ഓഗസ്റ്റ് 5-നാണ്. അപ്പോൾ ഇനി വരുന്ന കാലങ്ങളിൽ ഒരു പക്ഷേ എന്താണ്, നമ്മുടെ ജമ്മു കാശ്മീർ ഇന്ത്യയുടെ 29ാമത് സംസ്ഥാനമായി നിലവിൽ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് കണ്ടറിയാം. അടുത്ത വാർത്തയിലേക്ക് പോകാം. സത്യപാൽ മാലിക് അന്തരിച്ചു. ഇത് നമ്മുടെ ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. അതായത് ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവിയൊക്കെ മാറ്റി അതൊരു കേന്ദ്രഭരണ പ്രദേശമാകുന്ന സമയത്ത് ജമ്മു കാശ്മീരിന്റെ ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് ആര്? സത്യപാൽ മാലിക്. ആരാണ്? സത്യപാൽ മാലിക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും BJPയുടെയും നിശ്ചിത വിമർശകനായിരുന്ന മുൻ ജമ്മു കാശ്മീർ ഗവർണർ സത്യപാൽ മാലിക് അന്തരിച്ചു. ആരാണ് അന്തരിച്ചത്? മുൻ ജമ്മു കാശ്മീർ ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് ആര്? സത്യപാൽ മാലിക്. അദ്ദേഹം ജമ്മു കാശ്മീരിന്റെ മാത്രമല്ല ബീഹാർ, ഗോവ, മേഘാലയ, ഒഡീഷ, ഏതൊക്കെയാണ്? ബീഹാർ, ഗോവ, മേഘാലയ, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളുടെയും ഗവർണറായി സേവനമനുഷ്ഠിച്ച വ്യക്തി കൂടിയാണ് സത്യപാൽ മാലിക്. നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട പോയിന്റ്, ആർട്ടിക്കിൾ 370 റദ്ദാക്കുമ്പോൾ ജമ്മു കാശ്മീരിന്റെ ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് ആര്? സത്യപാൽ മാലിക്. എന്താണ്? ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി സ്പെഷ്യൽ പദവിയൊക്കെ എടുത്തു മാറ്റി ജമ്മു കാശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുന്ന സമയത്തെ ജമ്മു കാശ്മീർ ഗവർണർ ആയിരുന്ന വ്യക്തിയായിരുന്നു ആര്? സത്യപാൽ മാലിക്. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, 1945 ഓഗസ്റ്റ് 6-ന് ജപ്പാനിലെ ഹിരോഷിമയിൽ എന്ത് സംഭവിച്ചു? ലോകത്ത് ആദ്യമായിട്ട് ആണവായുധ പ്രയോഗം നടന്നു. 1945 ഓഗസ്റ്റ് 6-ന്. ആ ദിവസം ഇന്നാണ് ഹിരോഷിമ ദിനം. 80 വർഷങ്ങളാണ് ഹിരോഷിമ ദിനം കഴിഞ്ഞ് പിന്നിട്ടിരിക്കുന്നത്. എത്രയാണ്? 80 വർഷങ്ങൾ. ഈ 80 വർഷത്തിനിടയിൽ ആ ഒരു അപകടത്തിൽ അല്ലെങ്കിൽ ആ ഒരു ആണവായുധ പ്രയോഗത്തിൽ മരണപ്പെട്ടവർ മാത്രമല്ല അതിന്റെ രക്തസാക്ഷികളായിട്ടുള്ളത്. ആരൊക്കെയാണ്? അവരുടെ ഒരു 10 തലമുറയോളം, ഒരു 10 പതിറ്റാണ്ടോളം കാലം അവരുടെ വരും തലമുറകളൊക്കെ തന്നെയും അതിന്റെ റേഡിയേഷന്റെ ഒക്കെ പ്രശ്നങ്ങൾ അനുഭവിച്ച് ജീവിച്ച് മരിച്ചവരാണ്. ഒത്തിരി പേര് അവരുടെ ജീവിതം നരകതുല്യമായി ജീവിച്ച് തീർത്തതിന് കാരണമായ ഒരു ദുരന്തമായിരുന്നു ഹിരോഷിമ. ഇനി അടുത്ത നാഗസാക്കി ഡേയും വരുന്നുണ്ട്. അപ്പോൾ 1945 ഓഗസ്റ്റ് 6-നാണ് അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് ഇവിടെ ഇട്ടത് ജപ്പാനിലെ ഹിരോഷിമയിൽ വിക്ഷേപിച്ചത്. ഹിരോഷിമ ദുരന്തത്തെ അതിജീവിച്ച ഒരു
ഒരു എഴുത്തുകാരിയാണ് ഓട്ടായോക്കോ. ആരാണ്? ഓട്ടായോക്കോ. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: കണ്ണാടിയിൽ പ്രതിബിംബം കാണുന്നത് എനിക്ക് സഹിക്കാനാകുന്നില്ല. എന്റെ മുഖത്തെ ഭീകരമായ പൊള്ളലുകൾ മനുഷ്യരാശിയുടെ പാപത്തിന്റെ വടുപോലെ തോന്നിക്കുന്നു എന്നാണ് ആര് പറഞ്ഞത്? ഓട്ടോ എന്ന എഴുത്തുകാരി. അവർ ഹിരോഷിമയെ അതിജീവിച്ച, ഹിരോഷിമ ആണവായുധത്തെ അതിജീവിച്ച ഒരു വനിതയാണ്, എഴുത്തുകാരിയാണ് ഓട്ടോയോക്കോ. അപ്പോൾ 1945 ആ ഒരു ആണവായുധ പ്രയോഗം നടന്നത്. ലോകത്ത് ആദ്യമായിട്ടാണ് ഇത്തരമൊരു ആണവായുധം ഒരു രാജ്യം ഉപയോഗിക്കുന്നത്. അമേരിക്കയാണ് ഈ ആണവായുധം ജപ്പാന് മീതെ പതിപ്പിച്ചത്. ഏത് രാജ്യമാണ്? അമേരിക്കയാണ്. ആ ഒരു വിമാനം ഓടിച്ചിരുന്നത് പോൾ ടിബറ്റ്സ് എന്ന പൈലറ്റാണ്. ആരാണ്? പോൾ ടിബറ്റ്സ് എന്ന പൈലറ്റാണ് ആ ഒരു യുദ്ധവിമാനം പറത്തിയിരുന്നത്. ആരാണ്? പോൾ ടിബറ്റ്സ് ആയിരുന്നു അതിന്റെ പൈലറ്റ് ആയിരുന്ന വ്യക്തി. ആഭ്യന്തരമന്ത്രി പദവിയിൽ കൂടുതൽ കാലം റെക്കോർഡിട്ട് അമിത്ഷാ. ഇപ്പൊ നമ്മൾ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി സേവനമനുഷ്ഠിച്ച രണ്ടാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന റെക്കോർഡ് കടത്തിവെട്ടി കഴിഞ്ഞിരുന്നു. അതിന് പിന്നാലെ നമ്മുടെ കേന്ദ്രമന്ത്രി അമിത്ഷായും പുതിയ റെക്കോർഡ് ഇട്ട് കഴിഞ്ഞു. ആഭ്യന്തരമന്ത്രി പദവിയിൽ കൂടുതൽ കാലം, തുടർച്ചയായി എന്ന് പറയുന്നില്ല, കൂടുതൽ കാലം ആഭ്യന്തരമന്ത്രി പദവിയിൽ കൂടുതൽ കാലം, ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര ആഭ്യന്തരമന്ത്രി പദത്തിലെന്ന നേട്ടവുമായി അമിത്ഷാ. മുതിർന്ന BJP നേതാവ് LK അദ്വാനി, കോൺഗ്രസിന്റെ GB പന്ത് എന്നിവരുടെ പേരിലുള്ള റെക്കോർഡാണ് അമിത്ഷാ മറികടന്നത്. ആഭ്യന്തര പദത്തിൽ തിങ്കളാഴ്ച 2258 ദിവസം പൂർത്തിയാക്കി. മുമ്പ് 2256 ദിവസം പൂർത്തിയാക്കിയിരുന്ന നമ്മുടെ LK അദ്വാനി ആയിരുന്നു ഇപ്പോൾ എത്രാം സ്ഥാനത്തേക്ക് പിന്തള്ളിയിരിക്കുന്നു? 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് ആര്? നമ്മുടെ അമിത്ഷാ. സ്കൂൾ കലോത്സവം ജനുവരി 7 മുതൽ തൃശ്ശൂരിൽ. അപ്പൊ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, എന്താണ്? സ്കൂൾ കലോത്സവ വേദി 2025-26 അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്ന ജില്ല ഏതാണ്? തൃശ്ശൂരാണ്. ഇതിന്റെ പ്രത്യേകത സ്കൂൾ ഒളിമ്പിക്സ് കൂടിയുണ്ട്. ഒക്ടോബറിൽ തിരുവനന്തപുരത്താണ് സംസ്ഥാന കായിക മത്സരങ്ങൾ ഒളിമ്പിക്സ് മാതൃകയിൽ നടക്കുന്നത്. എവിടെയാണ്? തിരുവനന്തപുരത്താണ് സംസ്ഥാന കായിക മത്സരങ്ങൾ ഒളിമ്പിക്സ് മാതൃകയിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദിയായി വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഒന്നുകൂടെ ഓർക്കുക, ടെക്നിക്കൽ സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് വയനാട് ജില്ലയാണ്. തിരിഞ്ഞു പോകരുത്. തൃശ്ശൂര് സംസ്ഥാന സ്കൂൾ കലോത്സവം, സാധാരണ സ്കൂൾ കലോത്സവം നടക്കുന്നത് തൃശ്ശൂരാണ്. സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് വയനാടാണ്. അദാനി പോർട്സിലെ ഭരണ ചുമതലയൊഴിഞ്ഞ് ഗൗതം അദാനി. അപ്പൊ ഗൗതം അദാനി സ്പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ലിമിറ്റഡിന്റെ ഭരണ ചുമതലയൊഴിഞ്ഞു. എക്സിക്യൂട്ടീവ് ചെയർമാൻ സ്ഥാനത്ത് നിന്നുമാണ് ഗൗതം അദാനി വിരമിക്കുന്നത്. ഏതാണ്? എക്സിക്യൂട്ടീവ് ചെയർമാൻ സ്ഥാനത്ത് നിന്നും വിരമിക്കുന്നു എന്ന് പറയാനാകില്ല, അദ്ദേഹം തന്റെ സ്ഥാനം ഒഴിയുന്നു. അടുത്തൊരാൾക്കല്ലേ, വരും തലമുറയ്ക്ക് വേണ്ടി നമ്മൾ മാറിക്കൊടുക്കണമല്ലോ. അപ്പോ നമ്മുടെ ഗൗതം അദാനി സ്പോർട്സിന്റെ ഭരണ ചുമതല ഒഴിഞ്ഞിട്ടുണ്ട്. ഇത് SCERT പാഠഭാഗത്തെ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ചില പോയിന്റ്സ് ആണ്. നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ആസിഡ്, ആദ്യം കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ആദ്യമായി തിരിച്ചറിഞ്ഞ ആസിഡ് ആണ് അസറ്റിക് ആസിഡ്. ഏതാണ്? അസറ്റിക് ആസിഡ്. വിനാഗിരിയിലെ പ്രധാന ഘടകമാണിത്. എഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നത് അസറ്റിക് ആസിഡ് ആണ്. അപ്പോൾ ആദ്യം കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് ഏത് ആസിഡ് ആണ്? എഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്ന അസറ്റിക് ആസിഡ് ആണ്. ഫോമിക് ആസിഡ്, ഉറുമ്പ് എന്നർത്ഥം വരുന്ന ലാറ്റിൻ പദമായ ഫോർമിക് എന്നതിൽ നിന്നാണ് ഈ പേര് ലഭിച്ചത്. ഉറുമ്പുകടി ഏൽക്കുമ്പോൾ ചൊറിച്ചിൽ അനുഭവപ്പെടാൻ കാരണമായ വസ്തു ഫോർമിക് ആസിഡ് ആണ്. അപ്പോൾ ഉറുമ്പ് കടി ഏൽക്കുമ്പോൾ നമ്മളെല്ലാവരും ചൊറിയുന്നതിന് കാരണം എന്താണ്? ഈ ഫോർമിക് ആസിഡ് ആണ്. റബ്ബർ പാൽ ഉറച്ച് കട്ടിയാകാൻ ഉപയോഗിക്കുന്നതും ഫോമിക് ആസിഡ് ആണ്. എന്താണ്? റബ്ബർ പാൽ ഉറച്ച് കട്ടിയാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതും ഫോമിക് ആസിഡ് ആണ്. ഉറുമ്പ് എന്നാണ് ഈ ഒരു ലാറ്റിൻ വാക്കിന്റെ അർത്ഥം. അടുത്തത് അക്വാറീജിയ. പല പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു അംശബന്ധം, അതിന്റെ ഒരു പ്രൊപ്പോർഷൻ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സ്വർണം, പ്ലാറ്റിനം പോലുള്ള ലോഹങ്ങളെ അലിയിപ്പിക്കാൻ കഴിയുന്ന ദ്രാവകത്തിന്റെ പേരാണ് അക്വാറീജിയ. സ്വർണം, പ്ലാറ്റിനം പോലെയുള്ള ലോഹങ്ങളെ അലിയിപ്പിക്കാൻ കഴിയുന്ന ഒരു ദ്രാവകമാണ് അക്വാറീജിയ. ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും. നിങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെ തന്നെ പഠിക്കുക. നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക്
ഹൈഡ്രോക്ലോറിക് ആസിഡും 1:3 എന്ന പ്രൊപ്പോർഷനിലാണ് അക്വാ റീജിയയിൽ അടങ്ങിയിരിക്കുന്നത്. നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും N:H എന്നാണ്. N:H 1:3. നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും 1:3 എന്ന അനുപാതത്തിലാണ് ചേർന്നിരിക്കുന്നത്. നിങ്ങൾ ഓർക്കുക, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് അത്രയ്ക്കും ഗാഢമായിട്ടുള്ള ഒരു ആസിഡ് അല്ല. എന്നാൽ നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഗാഢത കൂടിയ ഒരു ആസിഡാണ്. അപ്പോൾ ഇപ്പം നൈട്രിക് ആസിഡ് ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വർണ്ണം മുഴുവൻ ഉരുകി തീർന്നു പോകും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിക്കുക. അതുകൊണ്ട് 1:3 നൈട്രിക് ആസിഡ് ആണ് കുറച്ച് ചേർത്തിരിക്കുന്നത്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് കൂടുതൽ ചേർത്തിരിക്കുന്നത്. രാജദ്രാവകം അല്ലെങ്കിൽ രാജകീയ ദ്രാവകം എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? അക്വാ റീജിയയാണ്. അടുത്തത് സ്പിരിറ്റ് ഓഫ് സോൾട്ട്. സ്പിരിറ്റ് ഓഫ് സോൾട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. നമ്മുടെ HCl ആണ് സ്പിരിറ്റ് ഓഫ് സോൾട്ട് എന്നറിയപ്പെടുന്നത്. AD 800 ജാബിൻ ഇബ്നു ഹയ്യാൻ, ആരാണ്? ജാബിൻ ഇബ്നു ഹയ്യാൻ എന്ന ആൽക്കമിസ്റ്റ് ആണ് ഈ ഒരു ആസിഡ് കണ്ടുപിടിച്ചതെന്ന് കരുതപ്പെടുന്നു. അടുത്ത സൂപ്പർ ആസിഡുകൾ. എന്താണ് സൂപ്പർ ആസിഡുകൾ? ശുദ്ധമായ സൾഫ്യൂരിക് ആസിഡിനേക്കാൾ വീര്യം കൂടിയ ആസിഡുകൾ. നമുക്കറിയാം, നമ്മൾ പറയുന്നത് ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. സൾഫ്യൂരിക് ആസിഡ് കുറച്ചധികം കോൺസെൻട്രേഷൻ കൂടിയ ഒരു ആസിഡ് ആണ്, കുറച്ചധികം ഗാഢത കൂടിയ ഒരു ആസിഡ് ആണ്. അപ്പോൾ ഈ ശുദ്ധമായ നമ്മുടെ സൾഫ്യൂരിക് ആസിഡിനേക്കാൾ ഗാഢത അല്ലെങ്കിൽ വീര്യം കൂടിയ ആസിഡുകളെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? സൂപ്പർ ആസിഡുകൾ എന്നറിയപ്പെടുന്നു. സൂപ്പർ ആസിഡുകൾ ഫ്ലൂറിനേറ്റഡ് കാർബറോൺ ആസിഡ്, ക്ലോറിനേറ്റഡ് കാർബറോൺ ആസിഡ് തുടങ്ങിയവയൊക്കെ സൂപ്പർ ആസിഡിന് ഉദാഹരണമാണ്. അപ്പൊ സൂപ്പർ ആസിഡിന്റെ എക്സാമ്പിൾ നിങ്ങൾ കൃത്യമായി ഓർത്തിരിക്കുക. SCERT ഫാക്ട് ആണ്. നിങ്ങളിലേക്ക് ഒരു വാർത്ത നമ്മൾ എത്തിക്കുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഉടനെ തന്നെ നമ്മൾ SCERT സീരീസ് ആരംഭിക്കുന്നുണ്ട്. ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾ, അതായത് നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു, ബീറ്റ് ഫോറസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു, അതുപോലെ തന്നെ ഫയർ വുമൺ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നു. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ കോഴ്സായ SBCID ഉണ്ട്. ഇനി വരാനിരിക്കുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഉണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉണ്ട്, കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ്, VFA, BEFCO, അങ്ങനെ കൈ നിറയെ അവസരങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ ആ പരീക്ഷകളിലൊക്കെ PSCക്ക് ഏറ്റവും ഇഷ്ടം, PSCക്ക് കൊച്ചു പിള്ളേരെ തന്നെയാണ് ഇഷ്ടം. ആ ഒരു ബേസിക് അറിയാവുന്നവർ മാത്രം ജോലിക്ക് കയറിയാൽ മതി എന്നൊരു നിർബന്ധം കുറച്ച് നാളായി നമ്മുടെ PSC തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ SCERT സീരീസ് ഉടൻ തന്നെ ആരംഭിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും എല്ലാവരും കാത്തിരിക്കുക. ഉടനെ തന്നെ SCERT സീരീസുമായി സഹകാരി എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് സൂപ്പർ ആസിഡുകൾ. ഒന്ന്, ഫ്ലൂറിനേറ്റഡ് കാർബറൈൻ ആസിഡ് ഉണ്ട്, ക്ലോറിനേറ്റഡ് കാർബറൈൻ ആസിഡ്. അപ്പൊ 2 കാർബറൈൻ ആസിഡുകളാണ് സൂപ്പർ ആസിഡിന് ഉദാഹരണമായി നൽകിയിരിക്കുന്നത്. ഒന്ന് ഫ്ലൂറിനേറ്റഡും മറ്റൊന്ന് എന്താണ്? ക്ലോറിനേറ്റഡും. SCERT ടെക്സ്റ്റുകൾക്ക് മാറ്റം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ആ മാറി വന്ന ടെക്സ്റ്റും പഴയ കണ്ടന്റ് എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ് പോകുന്നത്. ആസിഡിലെ കേമൻ, രാസവസ്തുക്കളുടെ രാജാവ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. എണ്ണ ശുദ്ധീകരണത്തിനും മലിനജല സംസ്കരണത്തിനും സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ മലിനജല സംസ്കരണത്തിന് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കണം, ഉപയോഗിക്കുന്നുണ്ട്. എണ്ണ ശുദ്ധീകരിക്കുന്നതിനും മലിനജല സംസ്കരണത്തിനും സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാറുണ്ട്. വീര്യം കൂടിയ ഈ ആസിഡ് ചർമ്മത്തിലായാൽ പൊള്ളലേൽക്കും. ചർമ്മത്തിൽ, നമ്മുടെ ശരീരത്തിൽ സൾഫ്യൂരിക് ആസിഡ് വീണ് കഴിഞ്ഞാൽ ആ വീണ ഇടം പൊള്ളും. അത് നിങ്ങൾ കൃത്യമായിട്ടും ഓർക്കുക. അടുത്തത് പുകയും ആസിഡ്. വായുവിൽ പുകയുന്ന ആസിഡ് ആണ് അക്വാഫോർട്ടിസ്. ഏതാണ്? അക്വാഫോർട്ടിസ്. നമ്മൾ ചിലതൊക്കെ എടുത്തിങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്കും പുക പോകും. സയൻസ് ലാബിലൊക്കെ കേട്ടിട്ടുള്ളവർക്ക് അറിയാം. അപ്പൊ വായുവിൽ പുകയുന്ന ആസിഡ് ആണ് അക്വാഫോർട്ടിസ് എന്നും സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നും പേരുള്ള നൈട്രിക് ആസിഡ്. ഏതാണ്? നൈട്രിക് ആസിഡ്. പുകയുന്ന ആസിഡ് ഏതാണ്? നൈട്രിക് ആസിഡ് ആണ്. ഇതില് അക്വാഫോർട്ടിസ് എന്നും സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നും അറിയപ്പെടുന്നത് നൈട്രിക് ആസിഡ് ആണ്. വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള രാസവളങ്ങളുടെ നിർമ്മാണം, TNT, നൈട്രോഗ്ലിസറിൻ തുടങ്ങിയ സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണം എന്നിവയ്ക്കെല്ലാം നൈട്രിക് ആസിഡ് ഉപയോഗിക്കുന്നു. നൈട്രിക് ആസിഡ് HNO3 എന്നാണ് നൈട്രിക് ആസിഡിന്റെ രാസസൂത്രം. അക്വാഫോർട്ടിസ് എന്നും സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നും അറിയപ്പെടുന്നത് നൈട്രിക് ആസിഡ് ആണ്. പുകയുന്ന ആസിഡ് നൈട്രിക് ആസിഡ് ആണ്. സ്ഫോടന വസ്തുക്കളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കാറുണ്ട്. കൂടാതെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള രാസവളങ്ങളുടെ നിർമ്മാണം, TNT, നൈട്രോഗ്ലിസറിൻ തുടങ്ങിയവയുടെയൊക്കെ നിർമ്മാണത്തിന് എന്തുപയോഗിക്കുന്നു? നൈട്രിക് ആസിഡ് ഉപയോഗിക്കുന്നു. മാലിക് ആസിഡ്. 1785 കോൾ വിൽഹൈം ഷീലെ ആണ് മാലിക് ആസിഡ് ആദ്യമായി
ആപ്പിൾ ജ്യൂസിൽ നിന്ന് വേർതിരിച്ചെടുത്തത്? അപ്പോൾ ആപ്പിൾ മാല, നമ്മൾ കുറച്ച് റിച്ച് ആണെങ്കിൽ നമ്മൾ ആപ്പിൾ കൊണ്ടൊരു മാലയൊക്കെ ചേർത്തി ഇടുക കേട്ടോ. അപ്പോൾ ആപ്പിൾ മാല, ആപ്പിൾ ജ്യൂസിൽ നിന്നാണ് മാലിക് ആസിഡ് ആദ്യമായിട്ട് വേർതിരിച്ചെടുത്തത്. വിൽഹൈം ഷീലയാണ് ഇങ്ങനെ ചെയ്തത്. ആപ്പിളിന്റെ ലാറ്റിൻ പദമായ മാലം, ഏതാണ് മാലം, അതിൽ നിന്നുമാണ് ഈ പേരുണ്ടായത്. ആപ്പിൾ, മുന്തിരി, പാഷൻ ഫ്രൂട്ട്, ബ്ലാക്ക്ബെറി തുടങ്ങിയ പഴവർഗ്ഗങ്ങളിലാണ് മാലിക് ആസിഡ് പ്രധാനമായും കണ്ടുവരുന്നത്. പഴവർഗ്ഗങ്ങളുടെ പഴുപ്പ് കൂടുന്നതിനനുസരിച്ച് അവയിലെ മാലിക് ആസിഡിന്റെ അളവ് കുറഞ്ഞു വരുന്നു. അപ്പൊ പഴങ്ങളുടെ പഴുപ്പ് കൂടുന്നതിനനുസരിച്ച് മാലിക് ആസിഡിന്റെ അളവ് കുറഞ്ഞു വരുന്നു. അടുത്തതാണ് ചൊറിയും ആസിഡ്. അപ്പൊ നമ്മുടെ ചേന, ചേമ്പ് ഇതൊക്കെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ ചിലർക്ക് ചൊറിച്ചിലുണ്ടാവും. ചിലർക്ക് ചേനയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ശരീരം മുഴുവൻ ചൊറിയുന്നവരുമുണ്ട്. അപ്പൊ ഇങ്ങനെ ചൊറിച്ചിലിന് കാരണം അവയിൽ അടങ്ങിയിരിക്കുന്ന ഒരു ആസിഡ് ആണ്. ഏതാണ്? ചേന, ചേമ്പ് തുടങ്ങിയ കിഴങ്ങുകൾ മുറിക്കുമ്പോൾ നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടാൻ കാരണം അതിലടങ്ങിയിരിക്കുന്ന ഓക്സാലിക് ആസിഡ് ആണ്. ഏതാണ്? ഓക്സാലിക് ആസിഡ് ആണ് ഇതിന് കാരണം. അടുത്തത് യൂറിക് ആസിഡ്. മനുഷ്യൻ, മറ്റു പല ജീവിവർഗങ്ങൾ എന്നിവയുടെ മൂത്രത്തിലുള്ള ആസിഡ് യൂറിയ. അപ്പൊ യൂറിക് ആസിഡ് മൂത്രത്തിലുള്ള ആസിഡ് ആണിത്. മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീനായ പ്യൂരിൻ വികസിപ്പിക്കുമ്പോഴാണ് യൂറിക് ആസിഡ് ഉണ്ടാകുന്നത്. എന്താണ്? പ്യൂരിൻ. മനുഷ്യ ശരീരത്തിലെ ഒരു പ്രോട്ടീൻ ആണ് പ്യൂരിൻ. ഈ പ്യൂരിൻ വികസിക്കുമ്പോഴാണ് യൂറിക് ആസിഡ് ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ ഈ യൂറിക് ആസിഡ് രക്തത്തിൽ അലിഞ്ഞു ചേരുകയും മൂത്രം വഴി പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ യൂറിക് ആസിഡ് എന്ത് ചെയ്യുന്നു? രക്തത്തിൽ അലിഞ്ഞു ചേരുകയും മൂത്രത്തിലൂടെ പുറത്തു പോവുകയും ചെയ്യുന്നു. pH മൂല്യം കൂടെ തന്നിട്ടുണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. ഒരു ലായനിയിലുള്ള ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢത അടിസ്ഥാനമാക്കി ഒരു പദാർത്ഥത്തിന്റെ ആസിഡ് ആൽക്കലി സ്വഭാവം പ്രസ്താവിക്കുന്ന രീതിയാണ് pH സ്കെയിലിൽ. 1 മുതൽ 6.9 വരെയുള്ള അക്കങ്ങൾ ആസിഡ് സ്വഭാവത്തെയും, ഏതാണ്? 1 മുതൽ 6.9 വരെ, 6.9 വരെയുള്ള അക്കങ്ങൾ ആസിഡ് സ്വഭാവത്തെയും, 7 എന്താണ്? 7 ന്യൂട്രൽ ആണല്ലേ, 7 ന്യൂട്രൽ ആണ്, 7 ജലത്തിന്റെ pH ആണ്. 7.1 മുതൽ 14 വരെ ആൽക്കലികൾ, 14 വരെ ആൽക്കലികളുമാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു സ്കെയിൽ കൃത്യമായും ഓർക്കുക. 1 മുതൽ 6.9 വരെ, 1 മുതൽ 7 വരെ ആസിഡ് എന്നൊരു ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ ശരിയാണോ തെറ്റാണോ? എന്താണ്? തെറ്റാണ്. 7 വരെ ഇല്ല, 1 മുതൽ 6.9 വരെ. അതുപോലെ 7 മുതൽ 14 വരെ ആൽക്കലി എന്ന് തന്നാലും തെറ്റാണ്. 7.1 മുതൽ 14 വരെ ആൽക്കലി, 7 ന്യൂട്രൽ ആണ്. ജലത്തിന്റെ pH ആണ് 7 എന്ന് പറയുന്നത്. pH സ്കെയിലിൽ 1 നിന്ന് 6.9 ആസിഡുകളുടെ ശക്തി കുറഞ്ഞു വരുന്നു. ഒന്ന് ഓർക്കണേ, നിങ്ങൾ 1 നിന്നും 2 പോകുമ്പോൾ ആസിഡിന്റെ ശക്തി കുറയുന്നു, 2 നിന്നും 3 എത്തുമ്പോൾ പിന്നെയും കുറയുന്നു. അങ്ങനെ ആ അസിഡിറ്റി കുറഞ്ഞ് 7 അത് ന്യൂട്രൽ ആകുന്നു. അപ്പൊ തൊട്ടടുത്ത് 7ന്റെ തൊട്ടടുത്ത് 6.9 വലിയ വ്യത്യാസമൊന്നുമില്ല, അസിഡിക് ആണ് എന്നൊരു പേര് മാത്രമേ കാണൂ അല്ലേ. അപ്പൊ നിങ്ങൾ ഓർക്കുക, 1 നിന്നും എങ്ങോട്ട് എത്തുമ്പോൾ 6.9 എത്തുമ്പോൾ അസിഡിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ആസിഡിന്റെ വീര്യം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. മുംബൈ സിറ്റി മുൻ പരിശീലകൻ യോർഗെ കോസ്റ്റ അന്തരിച്ചു. അപ്പൊ നമ്മുടെ IPLുമായി ബന്ധപ്പെട്ട ഒത്തിരി പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ ഒരു അവസരത്തിൽ നിങ്ങൾ പഠിച്ചിരിക്കുക, മുംബൈ സിറ്റിയുടെ മുൻ പരിശീലകനായിരുന്ന യോർഗെ കോസ്റ്റ അന്തരിച്ചു. അദ്ദേഹം പോർച്ചുഗൽ ക്ലബ്ബായ പോർട്ടോയുടെ ഇതിഹാസ താരവും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മുംബൈ സിറ്റിയുടെ മുൻ പരിശീലകനുമാണ്. പോർച്ചുഗൽ ക്ലബ്ബായ പോർട്ടോയുടെ ഇതിഹാസ താരം കൂടിയായിരുന്നു ആര്? യോർഗെ കോസ്റ്റ. നിത്യഹരിത നായകന് ചിറയൻകീഴിൽ സ്മാരകമൊരുങ്ങുന്നു. അപ്പൊ നമ്മുടെ നിത്യഹരിത നായകൻ എന്നറിയപ്പെടുന്ന പ്രേം നസീറിന്റെ മകൻ കഴിഞ്ഞ ദിവസം അന്തരിച്ചിരുന്നു. ഷാനവാസ് എന്നാണ് പേര്. അപ്പോൾ ഒന്ന് ഓർക്കുക, അദ്ദേഹത്തിന്റെ, അതായത് നമ്മുടെ പ്രേം നസീറിന്റെ ഒരു സ്മാരകം നിലവിൽ വരുന്നു അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ ചിറയൻകീഴിൽ. MI5 ആദ്യ വനിതാ മേധാവി സ്റ്റെല്ലെ റിമിംഗ്ടൺ അന്തരിച്ചു. ആരാണ്? സ്റ്റെല്ലെ റിമിംഗ്ടൺ. എന്താണ് MI5? MI5ന്റെ ആദ്യത്തെ വനിതാ മേധാവിയായിരുന്നു സ്റ്റെല്ല റിമിംഗ്ടൺ. ആരായിരുന്നു? എന്തായിരുന്നു ആ ഒരു MI5 എന്ന് പറയുന്നത്? എന്താണ്? ബ്രിട്ടനിലെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയാണ് മിലിറ്ററി ഇന്റലിജൻസ് 5. എന്താണ്? മിലിറ്ററി ഇന്റലിജൻസ് 5. ഇതാണ് MI5. ബ്രിട്ടനിലെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയാണ് മിലിറ്ററി ഇന്റലിജൻസ് 5, MI5. ഇതിന്റെ മേധാവിയായ ആദ്യത്തെ വനിതയാണ് സ്റ്റെല്ല റിമിംഗ്ടൺ.
നമുക്കിനി കുറച്ച് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്തിടെ അന്തരിച്ച ജമ്മു കാശ്മീർ മുൻ ഗവർണർ ആര്? അടുത്തിടെ അന്തരിച്ച ജമ്മു കാശ്മീരിന്റെ മുൻ ഗവർണർ. ഓപ്ഷൻ എ സത്യപാൽ മാലിക്, ഓപ്ഷൻ ബി മനോജ് സിൻഹ, ഓപ്ഷൻ സി കവിന്ദർ ഗുപ്ത, ഓപ്ഷൻ ഡി ആഷിം കുമാർ. ഇവരിൽ എല്ലാവരെയും നിങ്ങൾക്ക് പരിചയമുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഓപ്ഷൻ എ സത്യപാൽ മാലിക്, ബി മനോജ് സിൻഹ, സി കവിന്ദർ ഗുപ്ത, ഡി ആഷിം കുമാർ. ഇവരിൽ ആരാണ് ജമ്മു കാശ്മീരിന്റെ മുൻ ഗവർണറായ വ്യക്തി? അടുത്തിടെ അന്തരിച്ചു. ആരാണ്? നമ്മളിപ്പോ പഠിച്ചതേ ഉള്ളൂ, നമ്മൾ സത്യം മാത്രമേ പറയാവൂ, തെറ്റിക്കരുത്. എന്താണ് ഉത്തരമായി വരുന്നത്? ഓപ്ഷൻ എ സത്യപാൽ മാലിക്. ഓപ്ഷൻ എ സത്യപാൽ മാലിക്. മനോജ് സിൻഹ ജമ്മു കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണറാണ്. കവിന്ദർ ഗുപ്ത ലഡാക്കിന്റെ ലഫ്റ്റനന്റ് ഗവർണറാണ്. അഷിം കുമാർ ഘോഷ് ഗോവയുടെ ഗവർണറാണ്. ഗോവ ഗവർണറാണ് ആര്? അഷിം കുമാർ ഘോഷ് ലഡാക്കിന്റെ ലഫ്റ്റനന്റ് ഗവർണറാണ്. ആരെന്ന് പറയുന്നത്? ആര്യ കവിന്ദർ ഗുപ്ത എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 16 വയസ്സിൽ താഴെയുള്ളവർക്ക് യൂട്യൂബ് വിലക്കിയ രാജ്യം ഏത്? ഇവിടെയാണെങ്കിൽ ജനിച്ച ഉടനെ നമുക്ക് യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഒരു രാജ്യം 16 വയസ്സിൽ താഴെയുള്ളവർക്ക് യൂട്യൂബ് വിലക്കിയിട്ടുണ്ട്. ഓപ്ഷൻ എ USA, ബി ചൈന, സി ഓസ്ട്രേലിയ, ഡി ഇന്ത്യ. എന്തായാലും ഇന്ത്യയല്ല എന്ന് നമുക്ക് കൃത്യമായിട്ടും അറിയാം. അപ്പോൾ ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ഓസ്ട്രേലിയയാണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായി നിയമിതനായ വ്യക്തി ആര്? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. ഓപ്ഷൻ എ ES പത്മകുമാർ, ബി രവി കാര്യാട്ട്, സി ES രവികുമാർ, ഡി സുരേഷ് മണിക്കുട്ടൻ. ഇതിൽ ഒന്ന് മാത്രം ആൻസറും ബാക്കിയെല്ലാം എന്റെ പരിചയക്കാരുമാണ്, എനിക്ക് അവരെ അറിയില്ല, വെറുതെ പറഞ്ഞതാണ്, ഞാനിട്ട ഓപ്ഷൻസുമാണ്. അപ്പോ ഓപ്ഷൻ എ ES പത്മകുമാർ, ബി രവി കാര്യാട്ട്, സി ES രവികുമാർ, ഡി സുരേഷ് മണിക്കുട്ടൻ. ഇവരിൽ ആരാണ് ശ്രീഹരിക്കോട്ടയിലെ നമ്മുടെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായി നിയമിതനായ വ്യക്തി? ആരാണ്? ഓപ്ഷൻ എ ES പത്മകുമാർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, 2025 വനിതാ കോപ്പ അമേരിക്കയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? എന്താണ് പ്രസ്താവന? തെറ്റായത്. ഇവയിൽ തെറ്റായത് ഏത്? ഓപ്ഷൻ എ വനിതാ കോപ്പയിൽ തുടർച്ചയായ 5ാം തവണയാണ് അഞ്ചാം തവണയും കിരീടം നേടിയത് ബ്രസീലാണ്. തുടർച്ചയായി 5ാം തവണയും. ഓപ്ഷൻ ബി വേദി ഇക്വഡോർ ആയിരുന്നു. ഓപ്ഷൻ സി ഫൈനലിൽ കൊളംബിയയെ 5-4 ഷൂട്ടൌട്ടിൽ കീഴടക്കിയാണ് ബ്രസീൽ 9ാം കോപ്പ കിരീടം നേടിയത്. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഇവയിൽ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല എന്നതാണ്. നിങ്ങൾ കൃത്യമായിട്ടും ഓർത്തിരിക്കുക, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, കോപ്പ അമേരിക്കയിൽ തുടർച്ചയായ 5ാം തവണയാണ് ബ്രസീൽ കിരീടം നേടുന്നത്. കൂടാതെ ചരിത്രത്തിൽ അവരുടെ 9ാമത്തെ കോപ്പ അമേരിക്ക കിരീടമാണ്. പരാജയപ്പെടുത്തിയത് കൊളംബിയയാണ്. വേദി ഇക്വഡോർ ആണ്. അടുത്ത ചോദ്യം, ആദ്യ ചെസ് സ്പോർട്സ് ചാമ്പ്യനായ വ്യക്തി. അപ്പോൾ സ്പോർട്സിന്റെ കാലമാണ്. ആദ്യത്തെ ചെസ് സ്പോർട്സ് ചാമ്പ്യനായ വ്യക്തി. ഓപ്ഷൻ എ ഡി ഗുഗേഷ്, ബി മാഗ്നസ് കാൾസൺ, സി ആർ പ്രജ്ഞാനന്ദ, ഡി അർജുൻ എരിഗാസി. എല്ലാവരും വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ചെസ് ചാമ്പ്യന്മാരാണ്. ഇതിൽ ആരാണ് ആദ്യത്തെ ചെസ് സ്പോർട്സ് ചാമ്പ്യനായ വ്യക്തി? ആരാണ്? ഓപ്ഷൻ ബി മാഗ്നസ് കാൾസൺ. മാഗ്നസ് കാൾസൺ ആണ് ഇവിടെ ഉത്തരമായി വരുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ക്ലാസ്. അടുത്ത ക്ലാസ്സിലൂടെ കൂടുതൽ കറണ്ട് അഫയേഴ്സ് വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്